നമസ്കാരം ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. മൈ നെയിം ഇസ് സിറ്റ. ഫ്രണ്ട്സിൽ നിന്നും ലവേഴ്സ് ആവുന്ന സ്റ്റോറീസ് വരുന്ന കെ ഡ്രാമാസ് ആണ് കേട്ടോ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ ഒരു തീം നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും. കാരണം ചെറുപ്പം മുതൽ വലുതാവുന്നവരെയും കട്ടയ്ക്ക് കൂടെ ഉണ്ടാവുന്ന ബെസ്റ്റ് ഫ്രണ്ട്സ് പിന്നീട് അത് റിയലൈസ് ചെയ്യാണ്, എനിക്ക് ഇഷ്ടപ്പെടുന്ന ആൾ തന്നെയാണ് എൻ്റെ കൂടെ ഉള്ളത്, അല്ലെങ്കിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഫീലിങ്സ് നമ്മൾ തമ്മിൽ ഉണ്ട് എന്ന് പിന്നീട് റിയലൈസ് ചെയ്യാണ് കേട്ടോ ഇവര്. എന്നിട്ട് ലവേഴ്സ് ആവുകയും അങ്ങനെ കല്യാണം കഴിക്കുകയും ചെയ്യുന്ന സ്റ്റോറീസ് വരുന്ന ഡ്രാമാസ് ആണ് കേട്ടോ ഞാൻ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടിയിട്ട് സജസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് ഡ്രാമയാണ് 2022 റിലീസ് ആയിട്ടുള്ള ലവ് വോൾ പ്ലേ. ഇത് നല്ലൊരു സ്പോർട്സ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. ഇതിൽ ഈ ഒരു സ്റ്റോറിയിൽ ഉണ്ടല്ലോ നമ്മുടെ കഥയിലെ നായികയും നായകനും പരസ്പരം ഭയങ്കര ഫ്രണ്ട്സ് ആണ്. അതായത് നോർമലി നമുക്കൊരു ഹൈ ബൈ ബന്ധമുള്ള ഫ്രണ്ട്സുകളൊക്കെ ഉണ്ടാവുമല്ലോ, ജസ്റ്റ് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടാവുമല്ലോ. ആ ഒരു ഫ്രണ്ട്സിൽ നിന്ന് പിന്നീട് ബെസ്റ്റ് ഫ്രണ്ടിലോട്ട് പോവാണ്. ശേഷം പിന്നീടാണ് അവർ റിയലൈസ് ചെയ്യുന്നത് നമ്മൾ തമ്മിൽ ഇഷ്ടത്തിലാണ് എന്ന് റിയലൈസ് ചെയ്യാണ് കേട്ടോ. ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് അല്ലാതെ മെയിൻ ആയിട്ട് ഇവരുടെ ഒരു പാഷനാണ് ഇവർ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് കേട്ടോ. ബാഡ്മിന്റൺ കപ്പിൾസ് ആണ് ഇവര്. ഒന്നിച്ചൊരു ബാഡ്മിന്റൺ ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ് അവർ ഒന്നിച്ച് ട്രെയിനിങ് ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ ഒന്നിച്ച് ആ ഒരു ട്രെയിനിങ് ചെയ്യുന്നതിലൂടെയാണ് അവർ ഒന്നുകൂടി അവരുടെ ഫീലിങ്സ് വളരുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ എന്തായാലും പാഷനും അവരുടെ ഒരു റിലേഷൻഷിപ്പിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്, അതേപോലെ തന്നെ ഫ്രണ്ട്സ്, ഫാമിലി, ഇതിനെല്ലാത്തിനും ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന ഒരു സ്റ്റോറിയാണ് ലവ് വോൾ പ്ലേ എന്ന് പറയുന്ന ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. എന്തായാലും ഈ ഒരു ഡ്രാമ നിങ്ങൾക്ക് ഇഷ്ടമായിരിക്കും. ഞാൻ മെയിൻ ആയിട്ട് പറയാൻ ഒരുപാട് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനും കാര്യങ്ങളൊന്നും ഇല്ല, പക്ഷെ നിങ്ങൾക്ക് ക്യൂട്ട് ആയിട്ടുള്ള റൊമാൻറ്റിക് സീനുകളൊക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഭയങ്കരമായിട്ട് ഈ ഒരു ഡ്രാമ എൻജോയ് ചെയ്യാനായിട്ട് പറ്റും കേട്ടോ. ഓക്കെ, അപ്പൊ ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണുള്ളത്. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് ചേ ജങ് ഹ്യോക്, പാർക്ക് ജു ഹ്യോൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. അപ്പൊ എന്തായാലും ഇവരുടെ കെമിസ്ട്രി നന്നായിട്ട് വർക്ക്ഔട്ട് ആയിട്ടുണ്ട്. എന്തായാലും ഡ്രാമ ഇതുവരെ കാണാത്തവരുണ്ടെങ്കിൽ ഡ്രാമ കണ്ടോളൂ. എന്തായാലും ഫ്രണ്ട്സിൽ നിന്ന് ലവേഴ്സ് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. സെക്കൻഡ് ഡ്രാമയാണ് 2014 റിലീസ് ആയിട്ടുള്ള പിനോക്കിയോ. ഈ ഡ്രാമ ഭയങ്കര അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ് കേട്ടോ. മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാർക്ക് ഷിൻ ഹേ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ലീ ജോങ് സൂക്ക് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഇവരുടെ ഒരു കരിയറിലെ തന്നെ ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് പിനോക്കിയോ എന്ന് പറയുന്നത്. ആ ഒരു പിനോക്കിയോ എന്ന് പറയുന്ന ടൈറ്റിൽ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കഥയിലെ നായികയ്ക്ക് ഉണ്ടല്ലോ, നമ്മൾ എക്കിട്ടെടുക്കുക എന്നൊക്കെ പറയില്ലേ, നോണ പറയുകയാണെങ്കിൽ അവൾക്ക് അപ്പൊ എക്കിട്ടം വരും കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവൾക്ക് നോണ പറയാനായിട്ട് പറ്റേയില്ല. പക്ഷെ അവള് ചൂസ് ചെയ്യുന്ന ഒരു കരിയർ ജേർണലിസ്റ്റ് ആവുക എന്നുള്ളതാണ് കേട്ടോ. അപ്പൊ നമ്മുടെ നായകനും ജേർണലിസ്റ്റ് ആവുക എന്നുള്ള ഒരു ഡ്രീം ആണുള്ളത്. അപ്പൊ ഇവർ രണ്ടുപേരും ഒരേ ഒരു ഡ്രീം ചൂസ് ചെയ്യാണ്. പിന്നീട് അവരുടെ കരിയറിൽ ഉണ്ടാകുന്ന ഓരോ മാറ്റങ്ങൾ, അവളുടെ ലൈഫിൽ വരുന്ന ഓരോ ചേഞ്ചസുകളൊക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിലും പറയാണ് ഫസ്റ്റ് ടൈം ഇവര് ചെറുപ്പം മുതലേ ഉള്ള നല്ല ഫ്രണ്ട്സ് ആണ്. ആ ഒരു ഫ്രണ്ട്സിൽ നിന്ന് പിന്നീട് ലവേഴ്സ് ആവുകയാണ്. ആ ഒരു ഫീലിങ്സ് പതുക്കെ പതുക്കെ ഗ്രോ ചെയ്യുന്നതൊക്കെ ഈ ഡ്രാമയിൽ നന്നായിട്ട് എന്നെ കാണിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് നല്ല ഫണ്ണായിട്ടും എന്റർടൈൻമെന്റ് ആയിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് പിനോക്കിയോ. ഇതിലും നല്ലൊരു സ്റ്റോറി ലൈനൊക്കെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പൊ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനൊക്കെയാണ് ഫോളോ ചെയ്യുന്നത്. അതേയോടൊപ്പം തന്നെ ഇവരുടെ ആ ഒരു കരിയർ ചൂസ് ചെയ്യുന്നതും അതേപോലെ തന്നെ ഇവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ ചേഞ്ചസ് ഒക്കെയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 30 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി മൂന്നാമത്തെ ഡ്രാമയാണ് 2016 റിലീസ് ആയിട്ടുള്ള ഫൈറ്റ് ഫോർ മൈ വേ. ഈ ഡ്രാമ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും. ഈ ഡ്രാമയിലും ചെറുപ്പം മുതൽ ഇവർ തമ്മിൽ ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഭയങ്കര ഫ്രണ്ട്സ് ആണ്. കാരണം എന്താ പറയാ, നമുക്ക് ഈ പൊസസീവ് ഫ്രണ്ട്സിന്റെ ഇടയിൽ പൊസസീവ് അടിക്കാന്നൊക്കെ നിങ്ങൾ കേട്ടിട്ടില്ലേ, അതൊക്കെ ഇതിൽ ഭയങ്കരമായിട്ട് അവർ മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സീനുകളൊക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ്. പിന്നെ കുറെ ജലസി സീനുകളൊക്കെ ഉണ്ട്. അങ്ങനെ ഒരുപാട് നിങ്ങൾക്ക് നല്ല റൊമാൻറ്റിക് ആയിട്ടും കോമഡി ആയിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ ഫൈറ്റ് ഫോർ മൈ വേ എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു ക്യാരക്ടർ ഇവര് നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഇതിൽ മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് പാർക്ക് സിയോജും കിം ജി വൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ് കേട്ടോ. ഇവരുടെ കെമിസ്ട്രി ആണ് ഇതിൽ ഹൈലൈറ്റ് എടുത്ത് പറയേണ്ടത് കേട്ടോ. ഇവർക്ക് കിട്ടിയിട്ടുള്ള ക്യാരക്ടർ നന്നായിട്ട് തന്നെ അഭിനയിച്ചിട്ടുണ്ട് കേട്ടോ. പാർക്ക് സിയോജു ഉണ്ടല്ലോ ഇതിൽ ഓരോ ജലസി സീനുകളും പൊസസീവ് അടിക്കുന്ന ഓരോ സീനുകളൊക്കെ ആക്ട് ചെയ്തത് കാണാൻ തന്നെ ഭയങ്കര രസമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയിലും ഫണ്ണായിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ എന്ന് പറയുന്നത്. ഇതിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഭയങ്കര ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഭയങ്കര നമ്മൾ സിബ്ലിങ്സ് ഒക്കെ ഫൈറ്റ് ചെയ്യൂലേ, അതൊക്കെ പോലെയുള്ള ഫൈറ്റിംഗ് സീനുകളൊക്കെയാണ് ഇതിൽ കാണുന്നത് കേട്ടോ. അപ്പൊ അതിൽ നിന്ന് ഇവര് പതുക്കെ റിയലൈസ് ചെയ്യാണോ എനിക്ക് ഇവളെ ഇഷ്ടമാണല്ലേ
എന്ന് പതുക്കെ റിയലൈസ് ചെയ്യാണ് കേട്ടോ. ശേഷം ഇവര് ഭയങ്കര ലവേഴ്സ് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത്. അപ്പൊ എന്തായാലും ഈ ഡ്രാമ കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ കേട്ടോ. കാരണം ഇവരുടെ കരിയറിലെ തന്നെ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഡ്രാമയാണ് ഫൈറ്റ് ഫോർ മൈ വേ എന്ന് പറയുന്നത്. ഇതിൽ ടോട്ടലായിട്ട് 23 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഇനി ഫോർത്ത് ഡ്രാമയാണ് 2023 റിലീസ് ആയിട്ടുള്ള ഡിയർ അമ്മ. ഇത് നല്ലൊരു കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമയാണ് കേട്ടോ. ബെസ്റ്റ് ആയിട്ടുള്ള കോളേജ് ഡ്രാമാസിലായിരുന്നു ഈ ഒരു ഡ്രാമ ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. അതേപോലെ തന്നെ ഈ ഒരു ഡ്രാമയിലുണ്ടല്ലോ ഫ്രണ്ട്സ് ടു ലവേഴ്സ് ആവുന്ന ഒരു സ്റ്റോറിയാണ് ഈ ഡ്രാമയിൽ പറയുന്നത് കേട്ടോ. അതായത് നമ്മുടെ കഥയിലെ നായികയും നായകനും ചെറുപ്പം മുതലുള്ള ഭയങ്കര തിക് ഫ്രണ്ട്സ് ആണ് കേട്ടോ. ഇതിലും അതേപോലെ തന്നെ നല്ല ഭയങ്കരമായിട്ട് ഫ്രണ്ട്ഷിപ്പ് ഇതിൽ കാണിക്കുന്നുണ്ട്. കാരണം അത്രയ്ക്ക് തിക് ഫ്രണ്ട്സ് ആണ്, അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം എല്ലാം അറിയാം. അതേപോലെ തന്നെ വീട്ടിലൊക്കെ പോകാനായിട്ട് ഭയങ്കര ഗൈസ് വിഷു ആയതുകൊണ്ട് പടക്കം പൊട്ടുന്നുണ്ട് കേട്ടോ. അതാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ സൗണ്ട് വെക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് ഞാൻ പേടിക്കുന്നുണ്ട്. എന്നയ്യോ വയ്യ, വിഷു ഒക്കെ ആയില്ലേ, അപ്പൊ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കും കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഞാൻ അവിടെ നിർത്തിയേ. പറഞ്ഞു വന്നത് ഇവര് തമ്മിൽ ഭയങ്കര ഫ്രീഡം ആണ്, അങ്ങോട്ടേക്കും ഇങ്ങോട്ടേക്കും. അമ്മമാരാണെങ്കിൽ ഭയങ്കര കണക്റ്റഡ് ആണ് കേട്ടോ. അപ്പൊ അങ്ങനെ ഒന്നിച്ച് ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ടുള്ള ആൾക്കാര് പിന്നീട് റിയലൈസ് ചെയ്യാണ് നമ്മൾ തമ്മിൽ ഇത്രത്തോളം കണക്റ്റഡ് ആണല്ലേ എന്ന് റിയലൈസ് ചെയ്യാണ് കേട്ടോ. എന്നിട്ട് പിന്നീട് ഫ്രണ്ട്സ് ആവുന്ന ഒരു സ്റ്റോറി തന്നെയാണ് ഇതിൽ പറയുന്നത്. നല്ല സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയാണ് കേട്ടോ ഈ ഡ്രാമയിൽ ഫോളോ ചെയ്യുന്നത്. നമ്മുടെ കഥയിലെ നായികയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടുള്ള ആക്ടിങ് ആണ് ഇത് ഗൈസ്. അപ്പൊ നമ്മുടെ കഥയിൽ നായികയാണെങ്കിൽ ഭയങ്കര ക്യൂട്ടായിട്ടാണ് ഇതിൽ അഭിനയിക്കുന്നതൊക്കെ കേട്ടോ. ഇതിൽ മെയിൻ ലീഡായിട്ട് അഭിനയിച്ചേക്കുന്നത് പാർഹേസു എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ട്രസും ജയ്ഹ്യൂൺ എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആണ് കേട്ടോ. അപ്പൊ ഈ ഒരു ആക്ട്രസിന് നിങ്ങൾക്ക് അറിയുന്നുണ്ടായിരിക്കും, നമ്മളുടെ മറ്റേ ഏജ് ഓഫ് യൂത്ത് എന്ന് പറയുന്ന ഡ്രാമ ഉണ്ടല്ലോ, ആ ഒരു ഡ്രാമയിൽ അതേപോലെ തന്നെ മൈ ഇൻട്രോവേർട്ടർ ബോസ് ഉണ്ടല്ലോ, ആ ഒരു ഡ്രാമയിലും മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ആക്ട്രസ് ആണ് ഇതിൽ അഭിനയിച്ചേക്കുന്നത് കേട്ടോ. ആക്ടറിന് നിങ്ങൾക്ക് കാണാൻ വഴിയുണ്ടായിരിക്കില്ല. അദ്ദേഹം എനിക്ക് തോന്നുന്നു K-pop സ്റ്റാർ ആണെന്ന് തോന്നുന്നു. അദ്ദേഹത്തിന്റെ ഫസ്റ്റ് ഡ്രാമയാണ് ഡിയർ അമ്മ എന്ന് പറയുന്നത് കേട്ടോ. അപ്പോൾ എന്തായാലും ഫസ്റ്റ് ഡ്രാമയാണെങ്കിൽ പോലും നല്ല ആക്ടിങ് ആണ് കേട്ടോ അദ്ദേഹം ഇതിൽ കാഴ്ചവെച്ചേക്കുന്നത്. അതേപോലെ തന്നെ ഇവരുടെ കെമിസ്ട്രിയും കാണാനായിട്ട് ഭയങ്കര രസമാണ്. നമ്മുടെ ആക്ട്രസ് ആണെങ്കിൽ ഇതിലുണ്ടല്ലോ ഭയങ്കര ചൈൽഡിഷ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറിലാണ് അഭിനയിക്കുന്നത് കേട്ടോ. ആ ഒരു ആക്ട്രസിന്റെ ഇടയ്ക്കുള്ള നോട്ടും ഇടയ്ക്കുള്ള ആ ഒരു സംസാര ടോണും ഒക്കെ നമുക്കുണ്ടല്ലോ ഭയങ്കര ക്യൂട്ടായിട്ട് തോന്നും. ക്യൂട്ടായിട്ടാണ് ഓരോന്നും പറയുന്നതും നടക്കുന്നതും ഒക്കെ ചെയ്യുന്നത് കേട്ടോ. അപ്പൊ അതൊക്കെ കാണുമ്പോൾ തന്നെ നമ്മൾ ഇങ്ങനെ ഭയങ്കര ക്യൂരിയോസിറ്റിയിലും അതേപോലെ തന്നെ നമുക്ക് ഭയങ്കര ഫണ്ണായിട്ട് ഓരോ എപ്പിസോഡ്സ് നമ്മൾ കണ്ടു കഴിപ്പിക്കുന്ന പോലെ ആയിരിക്കും നമുക്ക് തോന്നുന്നത് കേട്ടോ. പിന്നെ അതേപോലെ തന്നെ കോളേജ് ബേസ്ഡ് ആയിട്ടുള്ള ഡ്രാമയാണല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ നടക്കുന്ന കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളും പിന്നെ അതേപോലെ തന്നെ അവരുടെ റിലേഷൻഷിപ്പിൽ ഉണ്ടാകുന്ന ഓരോ പ്രശ്നങ്ങളൊക്കെയാണ് ഈ ഡ്രാമയിൽ മെയിൻ ആയിട്ട് പറയുന്നത് കേട്ടോ. പിന്നെ സെക്കൻഡ് ലീഡ് കപ്പിൾസിന്റെ സ്റ്റോറിയും ഇതിൽ പറയുന്നുണ്ട്. സോ കുറച്ച് ഫ്രണ്ട്സിന്റെ പേഴ്സണൽ ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഇതിൽ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പൊ ടോട്ടലി നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഒരു സിമ്പിൾ ആയിട്ടുള്ള ഡ്രാമയാണ് ഡിയർ അമ്മ എന്ന് പറയുന്നത്. ഇതിൽ ടോട്ടലായിട്ട് 12 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ലാസ്റ്റ് ഡ്രാമ നിങ്ങൾക്ക് ഏകദേശം എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, 2016 റിലീസ് ആയിട്ടുള്ള വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിം ബോഞ്ചു. ഈ ഡ്രാമയില് മെയിൻ ലീഡ്സ് ആയിട്ട് അഭിനയിച്ചേക്കുന്നത് നാംജു ഹ്യൂക്ക്, ലീ സങ് ക്യൂങ് എന്ന് പറയുന്ന സൗത്ത് കൊറിയൻ ആക്ടറും ആക്ട്രസും ആണ്. ഇവരുടെയും കരിയറിലെ വൺ ഓഫ് ദ ബെസ്റ്റ് ഡ്രാമ തന്നെയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിം ബോഞ്ചു എന്ന് പറയുന്നത് കേട്ടോ. കാരണം ഈ ഒരു ആക്ട്രസിന്റെ കരിയറിലെ ഫസ്റ്റ് ആയിട്ട് മെയിൻ ലീഡായിട്ട് അഭിനയിച്ചിട്ടുള്ള ഡ്രാമയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിം ബോഞ്ചു എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ ഒരു ആക്ട്രസിന്റെ ആക്ടിങ് ഇതിൽ എടുത്ത് പറയേണ്ട ഒന്നാണ്. കാരണം അദ്ദേഹം ആ ഒരു ആക്ട്രസിന് ഭയങ്കര ഫിനോമിനൽ ആയിട്ടുള്ള ഒരു ക്യാരക്ടേഴ്സ് ഒക്കെ അഭിനയിക്കാൻ കഴിയുമെന്ന് അദ്ദേഹം ആക്ട്രസ് ഇതിൽ തെളിയിച്ചു തന്നിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ആക്ടിങ് ഒക്കെ കാണാനായിട്ട് ഭയങ്കര രസമാണ് കേട്ടോ ഇതിൽ കാണാനായിട്ട്. അതേപോലെ തന്നെ ഇവരുടെ ആ ഒരു ക്യൂട്ട് ആയിട്ടുള്ള ഓരോ സീനുകളും അതേപോലെ തന്നെ ഇവര് ഫൈറ്റ് ചെയ്യുന്ന ഓരോ സീനുകളും അതൊക്കെയാണ് ഇതിൽ കാണിക്കുന്നത് കേട്ടോ. ഇതിലും ഞാൻ പറഞ്ഞ പോലെ തന്നെ ഫ്രണ്ട്സ് ടു ലവേഴ്സ് ആവുകയാണ്. കാരണം ഇവരും ഭയങ്കര ഫ്രണ്ട്സ് ആണ്. ഫ്രണ്ട്സ് എന്ന് വെച്ചാൽ സിബ്ലിങ്സിനെ പോലെ ഭയങ്കര ഫൈറ്റിംഗ് ആയിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആയിരുന്നു. പക്ഷെ പിന്നീട് സ്ലോലി അവര് ലവേഴ്സ് ആവുകയാണ് കേട്ടോ. അപ്പൊ അതൊക്കെ എങ്ങനെയാണ് ആവുന്നത് എന്നുള്ള ഇതിൽ നന്നായിട്ട് തന്നെ മേക്ക് ചെയ്ത് തന്നിട്ടുണ്ട് കേട്ടോ. അപ്പൊ ആ ഒരു ഇമോഷൻസും ഇത് നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഇതും നിങ്ങൾക്ക് ഭയങ്കര എന്റർടൈൻമെന്റ് ആയിട്ട് കാണാൻ പറ്റിയിട്ടുള്ള ഡ്രാമയാണ് വെയ്റ്റ് ലിഫ്റ്റിംഗ് ഫെയറി കിം ബോഞ്ചു എന്ന് പറയുന്നത്. ഈ ഡ്രാമയിൽ നമ്മുടെ ടൈറ്റിൽ പറഞ്ഞിരിക്കുന്ന പോലെ തന്നെ നമ്മുടെ കഥയിലെ നായിക ഒരു വെയ്റ്റ് ലിഫ്റ്റർ ആണ് കേട്ടോ. അപ്പൊ അവള് ഫേസ് ചെയ്യുന്ന ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളും അവൾ ആ ഒരു ഡ്രീം അച്ചീവ് ചെയ്യുന്നതൊക്കെ ഈ സ്റ്റോറിയിൽ പറയുന്നുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ കഥയിലെ നായകനാണെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള ഒരു സ്വിമ്മറും ആണ് കേട്ടോ. സോ
ഇവര് തമ്മിൽ മീറ്റ് ആക്കുന്നതും ഇവര് തമ്മിൽ പിന്നീട് ഓരോന്ന് അച്ചീവ് ചെയ്യുന്നതും ഒക്കെയാണ് ഈ സ്റ്റോറിയിൽ പറയുന്നത് കേട്ടോ. ഇതും സ്കൂൾ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ഡ്രാമയാണ്. അപ്പൊ ഇതും നിങ്ങൾക്ക് അതായത് ഭയങ്കര രസമാണ് ഇത് കണ്ടിരിക്കാനായിട്ട്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഒരു ഡ്രാമകളൊക്കെ നമുക്ക് നല്ലൊരു ഫീൽ ഗുഡ് ആയിരിക്കും അല്ലെ കിട്ടുന്നത്, കാരണം റൊമാൻസും കോമഡി എല്ലാം കൂടി ഉൾപ്പെടുന്നുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഓരോ എപ്പിസോഡ്സും ഭയങ്കര ഫണ്ണോട് കൂടിയിട്ടും കാണാൻ പറ്റിയിട്ടുള്ള ഒരു ഡ്രാമയാണ് വെയ്റ്റ് ലിഫ്റ്റ് ഫെയറി കിംബോഞ്ചു എന്ന് പറയുന്നത് കേട്ടോ. ഇതിൽ ടോട്ടലായിട്ട് 16 എപ്പിസോഡ്സ് ആണ് ഉള്ളത്. ഫ്രണ്ട്സ് ടു ലവേഴ്സ് ആവുന്ന ഇത്രയും ഡ്രാമാസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇതുവരെ ഈ ഡ്രാമാസ് ആരെങ്കിലും കാണാത്തവരുണ്ടെങ്കിൽ എന്തായാലും കണ്ടോളൂ കേട്ടോ. ഓക്കെ, അപ്പോ സ്ട്രേഞ്ചേഴ്സ് ആയിട്ടുള്ളവരല്ല, ചെറുപ്പം മുതൽ ഭയങ്കര തിക് ഫ്രണ്ട്സ് ആയിട്ട് ആൾക്കാരാണ് പിന്നീട് ലവേഴ്സ് ആവുന്നത് കേട്ടോ. അപ്പൊ ആ ഒരു ഇമോഷൻസ് ഒക്കെയാണ് ഇതിൽ നന്നായിട്ട് കൺവേ ചെയ്ത് തന്നിരിക്കുന്നത് കേട്ടോ. അപ്പൊ അത് റിലേറ്റഡ് ആയിട്ടുള്ളതൊക്കെ കാണാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഈ ഡ്രാമകളെല്ലാം ഒന്ന് കണ്ടു നോക്കിക്കോളൂ, നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമായിരിക്കും കേട്ടോ. ഓക്കെ, അപ്പൊ നിങ്ങൾ ഡ്രാമ കാണുക, കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റ് ചെയ്തേക്കണേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. അതുവരേക്കും ബൈ. എനിവേ എല്ലാവർക്കും ഹാപ്പി വിഷു കേട്ടോ.